നമസ്കാരം. കോട്ടയം പാറോലിക്കലിൽ തീവണ്ടിക്ക് മുന്നിൽ ചാടി അമ്മയും 2 പെൺമക്കളും ജീവനൊടുക്കിയ കേസിൽ കസ്റ്റഡിയിൽ തുടരുമ്പോഴും സംഭവ ദിവസം പുലർച്ചെ അയച്ച ആ ശബ്ദ സന്ദേശം എന്തെന്ന് വെളിപ്പെടുത്താതെ ഭർത്താവ് തൊടുപുഴ ചുങ്കംശ്ശേരിയിൽ വലിയപറമ്പിൽ നോബി ലൂക്കോസ്. ഷൈനിക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചുവെന്നും സമ്മതിക്കുന്ന നോബി എന്ത് സന്ദേശമാണ് അയച്ചതെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. കൂടാതെ സന്ദേശങ്ങൾ നോബിയുടെ ഫോണിൽ നിന്നും നീക്കം ചെയ്ത നിലയിലുമാണ്. ഇവ കണ്ടെത്താൻ നോബിയുടെ മൊബൈൽ ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം ഷൈനിയുടെ ഫോണും സൈബർ സെല്ല് പരിശോധിച്ചു വരികയാണ്. കേസിൽ പരമാവധി ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന 13-ന് വൈകുന്നേരം നോബിയെ തിരികെ കോടതിയിൽ ഹാജരാക്കും. നോബി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ വലിയ അസ്വസ്ഥനായിരുന്നുവെന്നാണ് വിവരം. റിമാൻഡിൽ കഴിഞ്ഞിരുന്ന നോബി ലൂക്കോസിനെ 3 ദിവസത്തേക്കാണ് ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. സ്റ്റേഷനിലെ സെല്ലിനുള്ളിൽ പൊട്ടിക്കരയുകയായിരുന്നു നോബി. ഭക്ഷണത്തോടും മറ്റും വലിയ താല്പര്യം കാണിക്കാത്ത നോബി മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചുവെന്നാണ് പോലീസിനോട് പറഞ്ഞത്. കടുത്ത കുറ്റബോധത്തിലാണ് നോബിയെന്നും ആദ്യഘട്ടത്തിൽ വഴങ്ങാതിരുന്ന നോബി ഇപ്പോൾ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടെന്നും പോലീസ് പറയുന്നു. അവസാനമായി നോബി അയച്ച സന്ദേശം എന്താണെന്ന് കണ്ടെത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം നോബി ലൂക്കോസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. അപേക്ഷ പരിഗണിച്ച കോടതി വിഷയത്തിൽ പോലീസിനോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു. പ്രതി ജാമ്യത്തിലിറങ്ങിയാൽ കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്നും തെളിവുകളും മറ്റും നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടാണ് പോലീസ് റിപ്പോർട്ട് നൽകിയത്. ഇതോടൊപ്പം വിശദമായ ചോദ്യം ചെയ്യലിനും മറ്റുമായി പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുള്ള അപേക്ഷയും പോലീസ് സമർപ്പിച്ചു. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയാണ് പോലീസ് ആവശ്യപ്പെട്ടത്. ഇന്നലെ വീണ്ടും കേസ് പരിഗണിച്ച കോടതി പോലീസ് റിപ്പോർട്ട് ഫയലിൽ സ്വീകരിക്കുകയും നോബിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകുകയുമായിരുന്നു. നോബിയുടെ ഭാര്യയും ഏറ്റുമാനൂർ പാറോലിക്കൽ സ്വദേശിനിയുമായ ഷൈനി, 11ഉം 10ഉം വയസ്സുള്ള മക്കളായ അലീന, ഇവാന എന്നിവർ കഴിഞ്ഞ 28-ന് പുലർച്ചെയാണ് നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്ന ഏറ്റുമാനൂർ പോലീസ് കടുത്ത ജനരോഷത്തിനും മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലിനും പിന്നാലെയാണ് നോബിക്കെതിരെ കേസെടുത്തത്. ഭർത്താവിന്റെ മാനസിക പീഡനത്തെ തുടർന്നാണ് മൂവരും ജീവനൊടുക്കിയതെന്ന് ചൂണ്ടിക്കാട്ടി ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയായിരുന്നു അറസ്റ്റ്. മൂവരും ജീവനൊടുക്കിയ ദിവസം പുലർച്ചെ നോബി ഭാര്യയ്ക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നുവെന്നും ഇതിൽ മനം നൊന്താണ് കുടുംബം ആത്മഹത്യ ചെയ്തതെന്നുമാണ് പോലീസ് നിഗമനം. ഇതിനിടെ ഭർത്താവിൽ നിന്ന് താൻ വലിയ തോതിൽ മാനസിക പീഡനം ഏൽക്കുന്നുണ്ടെന്നും ജീവിതം പ്രതിസന്ധിയിലാണെന്നും കാട്ടി ഷൈനി കൂട്ടുകാരിക്ക് അയച്ച ശബ്ദ സന്ദേശവും മക്കളുമായി ജീവനൊടുക്കാൻ പോകുന്ന ഷൈനിയുടെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഭർത്താവുമായി പിണങ്ങിയ ഷൈനി മക്കളുമായി കഴിഞ്ഞ 9 മാസമായി പാറോലിക്കലിലെ സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഷൈനിയുടെയും നോബിയുടെയും വിവാഹമോചന കേസ് ഏറ്റുമാനൂർ കോടതിയിൽ നടക്കുകയാണ്. ഇതിനിടയിലായിരുന്നു കുടുംബത്തിന്റെ ആത്മഹത്യ. നോബിക്കെതിരെ ഗുരുതര ആരോപണവുമായി ഷൈനിയുടെ പിതാവ് കുര്യാക്കോസും രംഗത്ത് വന്നിരുന്നു. ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് പോലും അതിക്രൂരമായി ഷൈനിയെ ഭർത്താവ് നോബി മർദ്ദിച്ചു. നേരത്തെ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ വൈകിയെന്നും കുര്യാക്കോസ് ആരോപിച്ചു. ഭർത്താവ് നോബി കല്യാണം കഴിഞ്ഞ് അന്നു മുതൽ ഷൈനിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഷൈനി ഇക്കാര്യം വീട്ടിൽ സൂചിപ്പിച്ചിരുന്നു. വിവാഹമോചന കേസിൽ ഹാജരാകാൻ നോബി തയ്യാറാകാത്തത് ഷൈനിയെ സമ്മർദ്ദത്തിലാക്കിയെന്നും പിതാവ് പറയുന്നു. പലതവണ നോട്ടീസ് നൽകിയിട്ടും വാങ്ങിയില്ല. ഇക്കാര്യങ്ങളാൽ ഷൈനി കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ആയിരുന്നുവെന്നാണ് ഷൈനിയുടെ അച്ഛൻ പറയുന്നത്. 9 മാസം മുമ്പ് രാവിലെ മുതൽ വൈകിട്ട് വരെ മകളെ ബന്ധുക്കളുടെ മുന്നിലിട്ട് ചവിട്ടിക്കൂട്ടി. ആ ബന്ധുക്കൾ ഇവിടെ വന്ന കാര്യം പറഞ്ഞു. അന്ന് രാത്രി 12 മണിക്കാണ് ഞാൻ മകളെയും കുട്ടിയും വിളിച്ചുകൊണ്ടുവന്നത്. അവിടുന്ന് നേരെ പോയത് തൊടുപുഴ വനിതാ സെല്ലിലാണ്. പരാതി കൊടുത്തിട്ടാണ് വീട്ടിലേക്ക് വന്നത്. 3 സിസേറിയൻ കഴിഞ്ഞവള. അവളെയാണ് ബന്ധുക്കളുടെ മുന്നിലിട്ട് ചവിട്ടിക്കൂട്ടിയത്. മർദ്ദനമേറ്റ് അവളുടെ ദേഹം മുഴുവൻ കരുവാളിച്ചിരുന്നു. ഏറ്റുമാനൂർ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ അവളെ പരിശോധിച്ച ശേഷം ഉടൻ തന്നെ പോലീസിൽ പരാതി കൊടുക്കാൻ പറഞ്ഞു. ആ പരാതി ആരുടെയോ സമ്മർദ്ദത്തിൽ 15 ദിവസം മനഃപൂർവ്വം വൈകിപ്പിച്ചു. വിവാഹമോചന കേസിൽ ഹാജരാകാൻ തയ്യാറായില്ല എന്നും കുര്യാക്കോസ് ആരോപിച്ചിരുന്നു.